നമസ്കാരം. അഘോരവിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കളിലേക്കോ കുടുംബങ്ങളിലേക്കോ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജ്യോതിഷ സംബന്ധമായ ധാരാളം അറിവുകൾ ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. എല്ലാ മാസവും അമാവാസി അഥവാ കറുത്ത വാവ് ശക്തമായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രവും പേരും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും വീഡിയോയുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കാം. ഈ വരുന്ന മേടമാസം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 14 9:32 മുതൽ രാവിലെ മേടമാസം ആരംഭിക്കുകയായി. രവി മേടസംക്രമം എന്നാണ് നമ്മൾ പറയാറ്. അതിന് മുന്നോടിയായിട്ട് ഏപ്രിൽ 3 അതായത് വെള്ളിയാഴ്ച മുതൽ ഈ ഭാഗ്യം, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം തേടി വരും. പ്രത്യേകിച്ച് ഈ ഏപ്രിൽ 14 പ്രകൃതിയിൽ ധാരാളം മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസം കൂടിയാണ്. അതായത് സൂര്യൻ രവി എന്ന് പറയുന്നു സൂര്യനെ. അപ്പൊ ഈ മേടസംക്രമം, രവി മേടസംക്രമം എന്നാണ് പറയുക. സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഏപ്രിൽ 14 രാവിലെ 9:32 മുതൽ. ഇത് പ്രകൃതിയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്കറിയാം. അപ്പൊ വിഷു എന്ന് പറയുമ്പോൾ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് പകലും രാത്രിയും തുല്യമായ അളവിലായിരിക്കും വിഷുവിന്റെ അന്ന് മുതൽ ആ ഒരു ദിവസം തുല്യമായ അളവിലായിരിക്കും. ഇത് തന്നെ ധാരാളം മാറ്റങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഈ പ്രകൃതിയിൽ ധാരാളം മാറ്റം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു വളരെയധികം അനുകൂലമായ മാറ്റങ്ങളായിരിക്കും പലർക്കും ഉണ്ടാക്കുക. കാരണം സർവ്വ ജീവജാലങ്ങളിലും അത് പ്രകടമാകുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മനുഷ്യന്മാരിൽ അത് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് എല്ലാവർക്കും ഗുണം ഉണ്ടാവുമെങ്കിലും വളരെയധികം ഗുണങ്ങൾ തേടി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ആ 8 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട 8 നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് സർവ്വഭാഗ്യങ്ങളും വരും എന്നാണ് പറയുക. ഒരു ലോട്ടറി എടുത്താൽ പോലും അവർക്ക് ഭാഗ്യം തേടി വരുന്ന സമയമായിരിക്കും ഏപ്രിൽ മാസം. കാരണം ചില പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനം വരിക, അതായത് ധനം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർവികരായിട്ട് സ്വത്തുക്കളൊക്കെ വിൽപ്പന നടക്കാതെ അല്ലെങ്കിൽ മുടങ്ങിക്കെടുക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വത്തുക്കളുള്ളവർ അത് അപ്രതീക്ഷിതമായിട്ട് അത് വസ്തു വിൽപ്പന നടക്കുക, അങ്ങനെ ധനം നമ്മുടെ കയ്യിലെത്തുക. അല്ലെങ്കിൽ ചിലർക്ക് ബോണസും അലോൺസും ആയിട്ട് കിട്ടാൻ കിടക്കുന്നുണ്ടാവാം ധാരാളം. ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരിക. അല്ലെങ്കിൽ ശമ്പളം മുടങ്ങിക്കെടുക്കുന്നവർക്ക്, ധാരാളം ശമ്പളം മുടങ്ങിക്കെടുക്കുന്നവരുണ്ട്. അവർക്ക് ഈ ശമ്പളം കിട്ടുന്ന സമയം, ചിലപ്പോൾ ലോട്ടറി എടുക്കുക പ്രതീക്ഷിക്കാത്ത സമയത്ത്, അത് നമുക്ക് ചെറിയ പ്രൈസുകളൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ വരിക. എങ്ങനെ പല നാനാ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും ധനം വരിക. ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കില്ല, ഇത് നമുക്ക് അങ്ങനെ ഒരു വഴി ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, കടങ്ങൾ തീർന്ന് ഇനി നമുക്ക് ധാരാളം കടമുണ്ട് വയ്ക്കുക, ആ കടങ്ങളൊക്കെ തീരാൻ ഒരു സമയമാണത്. അതന്നെ വലിയ ഭാഗ്യല്ലേ. നമുക്ക് ധാരാളം പണം കയ്യിൽ വന്നിട്ട് നമ്മുടെ കടങ്ങൾ വീട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യല്ലേ. അപ്പൊ കടങ്ങൾ തീർന്ന് ഭാഗ്യം വരുന്ന ഒരു സമയമായിരിക്കും ഈ ഏപ്രിൽ മാസം. അത് അതിന്റെ ആരംഭഘട്ടം എന്ന് പറയുന്ന പോലെ ഏപ്രിൽ 3 മുതൽ, വെള്ളിയാഴ്ച മുതൽ അത് ആരംഭിക്കും. അതിന്റെ മൂർധന്യാവസ്ഥ ഏപ്രിൽ 14 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ടാവും. കാരണം സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞു വളരെയധികം ഗുണങ്ങൾ ഈ 8 നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കും. 27 നക്ഷത്ര ജാതകർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇതിൽ കൂടുതൽ പ്രതിഫലിക്കുന്നത് ഈ പറയുന്ന 8 നക്ഷത്രക്കാരെയാണ്. ആ 8 നക്ഷത്രക്കാര് ആരാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം. അതിലത്തെ ആദ്യത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഈ ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകും. അതുപോലെ അടുത്ത നക്ഷത്രം പുണർന്ന നക്ഷത്രമാണ്. ഈ പുണർന്ന നക്ഷത്രക്കാർക്കും പ്രതീക്ഷിക്കാത്ത ഗുണങ്ങൾ വന്നു ചേരും. കാരണം അത് ജോലിയിലായാലും അവരുടെ കരിയറിലായാലും അത് ഇവരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സമയമായിരിക്കും ഏപ്രിൽ മാസം. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർക്കും ഇത് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്ക് സാധ്യത വരുന്ന സമയമാണ്. അതുപോലെ പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർക്കും ഈ ഏപ്രിൽ മാസം വളരെ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. അതുപോലെ ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് വലിയധികം മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക. പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്നാണ് ആയില്യം നക്ഷത്രം. അത് കഴിഞ്ഞാൽ ഉത്തര നക്ഷത്രക്കാർക്കും ഇത് വലിയ ഗുണം ചെയ്യും. ചിങ്ങക്കൂറിൽ വരുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങളായിരിക്കും രവി മേടസംക്രമത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ അനിഴ നക്ഷത്രക്കാർക്കും ഇത് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരും. കാരണം
നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നീങ്ങുന്ന ഒരു സമയമായിരിക്കും അനിഴ നക്ഷത്രക്കാർക്ക്. ഇപ്പൊ പുതിയ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ അത് പണി പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുന്ന വീടുകളുണ്ട്. ഭാഗികമായ പണികളൊക്കെ ചെയ്തിട്ട് ഇരിക്കുന്നവർ, അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ അനിഴ നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ലോട്ടറി പോലുള്ള മഹാഭാഗ്യങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉത്രട്ടാതി, ഉത്രം, തിരുവാതിര, പൂരാടം, അനിഴം, ആയില്യം, പുണർദം, ഭരണി ഈ 8 നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമായിരിക്കും മേടമാസം എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കൾക്കോ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പൂജയും പുഷ്പാഞ്ജലിയും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ നക്ഷത്രവും പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതായാലും പുതിയ അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.